മാലിന്യം നിക്ഷേപിക്കുന്നതും നിക്ഷേപിച്ച മാലിന്യങ്ങൾ കത്തിക്കുന്നതും വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുകയും പ്രദേശവാസികളെ മാറാരോഗികളാക്കുകയും ചെയ്യുന്നു. നെടുമ്പന പഞ്ചായത്തിലെ കണ്ണനല്ലൂർ മുട്ടക്കാവ് മുടിച്ചിറ പോകുന്ന ഭാഗമായ പോളയിലാണ് ദിനംപ്രതി രാപ്പകൽ ഭേദമില്ലാതെ നൂറുകണക്കിന് ലോഡ് ഖര ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മാലിന്യ കൂമ്പാരത്തിൽ ഒരു കൂനയ്ക്ക് വ്യാഴാഴ്ച രാത്രിയിൽ തീപിടിച്ചു. കുറച്ചു സമയം പിന്നിട്ടതോടെ പ്രദേശമാകെ പുകപടലം കൊണ്ട് നിറഞ്ഞു. നാട്ടുകാർ വിവരം അന്വേഷിച്ചപ്പോഴാണ് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചതാണെന്ന് മനസ്സിലായത്. നൂറുകണക്കിന് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടിയെങ്കിലും പുകപടലം കാരണം ആർക്കും തീയുടെ അടുത്തേക്കെത്താനോ തീയണയ്ക്കാനോ കഴിഞ്ഞില്ല. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തന്നെ ഇവിടെ ഇത്രയും സംഭവങ്ങളുണ്ട്. ഇന്നലെ രാത്രി ഈ ഫയർഫോഴ്സും ജനങ്ങൾ ഈ പരിസര ജനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ എല്ലാം കൂടി നിന്ന് പോയെന്നുള്ള അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഈ കമ്പനിയുടെ ഈ പ്രോപ്പർട്ടിയുടെ ഓണർക്കെതിരെ ഇപ്പോൾ ഇവിടെയുള്ള ഒന്നിലധികം പ്രാവശ്യം എന്നോട് വന്ന് ഈ കംപ്ലയിൻറ്റ് പറയുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്തതാണ്. സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനും ഹെൽത്തിലൊക്കെ അറിയിക്കാനും. അപ്പോൾ അവരൊക്കെ നെടുമ്പന പഞ്ചായത്തിലെ 14ഉം 15ഉം വാർഡുകളുടെ അതിർത്തി പ്രദേശമായ മുട്ടക്കാവിലെ നൂറുകണക്കിന് ഏലായിലെ നെൽപ്പാടങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മണലൂറ്റിയും ചെളിവാരിയും കായലിന് സമാനമായ വെള്ളക്കെട്ടാവുകയും പാടശേഖരങ്ങൾ കൃഷിയോഗ്യമല്ലാതാവുകയും ചെയ്തു. തരിശായി കിടക്കുന്ന വെള്ളക്കെട്ടിൻ്റെ ചില ഭാഗങ്ങൾ കെട്ടിടം പൊളിക്കുന്ന അവശിഷ്ടങ്ങളും മണ്ണുമിട്ട് നികത്തി വരികയാണ്. അങ്ങനെ നികത്തിയ പോളയിൽ ഭാഗത്താണ് ഇപ്പോൾ ദിനംപ്രതി നൂറുകണക്കിന് ലോഡ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. പോലീസ് പിറ്റേന്ന് രാവിലെ പോലീസ് വന്ന് അത് നീക്കം ചെയ്യിച്ച് ഇനി ഇത് ഇവിടെ ഒന്നും ഉണ്ടാവത്തില്ല, ഞാൻ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവർ പോയി. പിന്നെ അതിനുശേഷം അവർ അനങ്ങിയിട്ടില്ല, വന്നിട്ടുമില്ല. പിന്നെ ഇങ്ങനെ രാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കൊണ്ടു തട്ടുന്നത് മൊത്തം. പ്രദേശവാസികൾ നിരവധി തവണ മാലിന്യ നിക്ഷേപത്തിനെതിരെ പരാതി നൽകുകയും നെടുമ്പന പഞ്ചായത്ത് അധികൃതരും കണ്ണനല്ലൂർ പോലീസും പലതവണ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുകാരണം മാലിന്യ നിക്ഷേപം നിർബാധം തുടരുകയാണ്. ആശുപത്രികൾ, അപ്ഹോൾസ്റ്ററി കടകൾ, ഓഡിറ്റോറിയങ്ങൾ, അറവുശാലകൾ, കടകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളിലെയും നശിക്കാത്തതും നശിക്കുന്നതുമായ മാലിന്യം നീക്കം ചെയ്യുന്നതിന് കരാറെടുത്തവരാണ് ഇവിടെ മാലിന്യം കൊണ്ടിറക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. മാലിന്യ നിക്ഷേപത്തിനെതിരെ പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ പരിസര പ്രദേശങ്ങളിലെ വീടുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഒരു വാഹനത്തിൽ തന്നെയാണ് ദിവസവും ഇവിടേക്ക് മാലിന്യം എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വിവരവും പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും നടപടിയൊന്നും ആയിട്ടില്ല. ഈ പ്രദേശത്ത് നിരവധി ഇഷ്ടിക ചൂളകളും താവൂക്ക് കമ്പനികളും ക്രഷറുകളും പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനികളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾക്ക് പുറമെയാണ് കൊല്ലം, കൊട്ടിയം, കണ്ണനല്ലൂർ തുടങ്ങിയ പട്ടണങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും ഇവിടെ എത്തിക്കുന്നത്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതും കത്തിക്കുന്നതും പനയത്ര ഭാഗത്തെ ജനങ്ങളെയാണ് സാരമായി തന്നെ ബാധിക്കുന്നത്. പനയത്ര ഭാഗത്താണ് ദിവസവും അറവുമാടുകളുടെ മാലിന്യങ്ങൾ ദിനംപ്രതി കൊണ്ടിറക്കുന്നത്. ഇവിടെ നിന്നുയർന്ന ദുർഗന്ധം അസഹനീയമാണ്. ഇവിടെയാണ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശ് സ്വദേശിയായ തൊഴിലാളിയെ കഴുത്തറത്ത് കൊന്ന് ചെളിക്കുണ്ടിൽ ചവിട്ടിത്താഴ്ത്തിയത്. ഇവിടെ കുറച്ചു ഭാഗത്ത് ആൾതാമസം കുറവായതിനാൽ രാപ്പകൽ ഭേദമില്ലാതെ സാമൂഹിക വിരുദ്ധർ മദ്യപിക്കുന്നതിനും മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി തിരഞ്ഞെടുക്കുന്നുണ്ടെന്നും സന്ധ്യ മയങ്ങുന്നതോടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം ഇതുവഴി ആരും കടന്നു പോകാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തി പ്രദേശവാസികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.